പെരിങ്ങൽകുത്ത് ഡാമിലെ 2 സ്ലൂയിസ് വാൽവുകൾ ഇന്ന് തുറന്നു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ടെന്ന വിവരങ്ങൾ നൽകുന്നു. അത് ഇപ്പോൾ വിഷ്ണു സുരേഷ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഈ ചിങ്ങപ്പൂരിലെ എല്ലാ ആശംസകളും നേരുന്നു. നന്നായിരിക്കട്ടെ. പറയൂ വിഷ്ണു. ഗുഡ് മോർണിംഗ്. തൃശ്ശൂരിൽ ഇന്ന് സംസ്ഥാന കർഷക ദിന ആഘോഷങ്ങളും ഈ ചിങ്ങവുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷ നടപടികളൊക്കെ പുരോഗമിക്കാൻ, പക്ഷേ അതൊക്കെ മഴയിൽ മുങ്ങിപ്പോകുന്ന ഒരു ആശങ്കയുണ്ട്. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി തൃശ്ശൂരിൽ മഴ ശക്തമാണ്. ഇന്നലെ യെല്ലോ അലർട്ടായിരുന്നു, അവധിയായിരുന്നു. ഇന്നും മഴ തുടരുമെന്നാണ് ലഭിക്കുന്ന വിവരം. അതിന്റെ പശ്ചാത്തലത്തിലാണ് പെരിങ്ങൽകുത്ത് ഡാമിന്റെ സ്ലൂയിസ് വാൾവുകൾ നിലവിൽ തുറന്നിരിക്കുന്നത്. ആ പശ്ചാത്തലത്തിൽ അവിടെ നിന്ന് ഈ ചാലക്കുടി പുഴയിലേക്ക് വെള്ളം അധികമായി എത്തും. അതുകൊണ്ട് ആ മേഖലകളിലുള്ള ആളുകളോട് ജാഗ്രത പുലർത്താനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിരപ്പള്ളി മേഖലകളിലും നിലവിൽ മഴ ശക്തമാണ്. ഈ പെരിങ്ങൽകുത്ത് ഡാമിന്റെ സ്ലൂയിസ് വാൽവുകൾ തുറന്ന പശ്ചാത്തലത്തിൽ എറണാകുളം ജില്ലയോട് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്തുകളിലും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ചേന്ദമംഗലം, പുത്തംവേലിക്കര, പറക്കടവ് പഞ്ചായത്തുകളിലാണ് നിലവിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. ഈ മഴ ശക്തമായാൽ തൃശ്ശൂരിലുള്ള ഒരു പ്രധാന പ്രതിസന്ധി ഇപ്പോൾ രൂപപ്പെടുന്നത് ഈ മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലാണ്. മഴ ശക്തമാവുകയും അവിടെ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി രൂപപ്പെട്ടുള്ള കുഴികളിൽ വെള്ളക്കെട്ടുണ്ടാകുകയും അതിലൂടെ സഞ്ചരിക്കാൻ പറ്റാത്ത കാഴ്ചയൊക്കെ ഇന്നലെ കണ്ടതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യമാണ് നിലവിൽ തൃശ്ശൂർ ജില്ലയുമായി ബന്ധപ്പെട്ട് ഈ മഴ കൊണ്ട് ഏറ്റവും ആശങ്ക നിലനിൽക്കുന്നത്. അത് ഒഴിവാക്കാനുള്ള നടപടികളൊക്കെ ഇന്നലെ ആരംഭിച്ചെങ്കിൽ പോലും അത് പൂർണ്ണ തോതിലേക്ക് ആയിട്ടില്ല. അപ്പോൾ ആ ഒരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മറ്റ് പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ടോ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ടോ അങ്ങനെ പ്രതിസന്ധികളൊന്നുമില്ല. എന്നാൽ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ എല്ലാ മേഖലകളിലും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. തീരദേശ മേഖലയിലാണെങ്കിലും മലയോര മേഖലയിലാണെങ്കിലും ആളുകളൊന്നും പുറത്തേക്ക് അങ്ങനെ കാര്യമായി വെള്ളക്കെട്ടിലൊന്നും ഇറങ്ങരുതെന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു വിഷ്ണു സുരേഷ്. ആൾക്കാർ ജാഗ്രത പാലിക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.